നമുക്കിന്ന് മത്തങ്ങയും ചെറുപയറും കൂടിയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് മത്തങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. ചെറുപയർ ഒരു 50 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ട്. മത്തങ്ങയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിലും ഇത് അറിയത്തൊന്നുമില്ല മത്തങ്ങ ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി ചെറുപയർ കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക. തലേന്ന് വെള്ളത്തിലിട്ട പയറാണെങ്കിൽ ഒരു വിസിലൊക്കെ മതിയാകും, അല്ലെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ വേണ്ടി വരും. അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ചേർത്തൊന്ന് വഴറ്റുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മത്തങ്ങ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക. മത്തങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയായിരിക്കും. മത്തങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു കഷ്ണം ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. അരഞ്ഞു പോകണ്ട, നമ്മൾ തോരനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമുക്ക് നമ്മുടെ മത്തങ്ങ വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ അതിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കുക. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ആവിയൊക്കെ കയറി വരട്ടെ. അപ്പോൾ അതവിടെ നിന്നൊന്ന് വേവട്ടെ. അപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കുക തോരൻ. ഇപ്പം തോരൻ നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു ഒരു കഞ്ഞിയുടെയൊക്കെ കൂടെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.